പാലക്കാട് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ ബി ജെ പിയും വലിയ ആവേശത്തിലാണ്. രാവിലെ തന്നെ പിരായിരി പഞ്ചായത്തിലാണ്. എങ്ങനെയുണ്ട് ഏറ്റവും അവസാനത്തെ ഒരു റീഡിംഗ് എങ്ങനെയാണ്? ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ വോട്ടർമാരെ സമീപിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നിന്നൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചു വരുന്ന പ്രതികരണം ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്, ജയം ഞങ്ങളുടെ ഉറപ്പിക്കുകയാണ്. ഈ വിവാദങ്ങൾ, വോട്ടുകൾ തുടക്കം മുതൽ ഒരുപാട് വിവാദമുണ്ട്, അത് വോട്ടിനെ സ്വാധീനിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, വികസനമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച വികസന കാര്യങ്ങൾ പാലക്കാടിലെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒന്ന്, നെൽകർഷകരുടെ വിഷയം. ഞങ്ങൾ ട്രാക്ടർ സമരമായി വന്നു. UDF ഞങ്ങളുടെ പിന്നാലെ ഞങ്ങളെ ഫോളോ ചെയ്യേണ്ടി വന്നു. സർക്കാരിന് അവരുടെ നിലപാട് മാറ്റേണ്ടി വന്നു. നെൽകർഷകരുടെ നെല്ല് സംഭരിക്കാൻ സപ്ലൈകോൻ്റെ ഉദ്യോഗസ്ഥന്മാർ എത്തിത്തുടങ്ങി. അത് ഞങ്ങളുടെ വിജയമാണ്. ഇപ്പോൾ പാലക്കാടത്തെ കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പാലക്കാടത്തെ യാത്രാ ക്ലേശത്തെ സംബന്ധിച്ച് ബാംഗ്ലൂരിലേക്ക് ഞാൻ പാലക്കാടത്തെ വോട്ടർമാരുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. പാലക്കാടിൻ്റെ MLA ആയിട്ട് നവംബർ 23-ാം തീയതി തിരഞ്ഞെടുക്കപ്പെട്ടാൽ 60 ദിവസത്തിനകം ഇവിടുന്ന് വന്ദേ ഭാരത് ബാംഗ്ലൂരിലേക്ക്, പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ദേ ഭാരത് ആരംഭിക്കും. പാലക്കാടിന് ഒരു എയിംസ് ആശുപത്രി ഇല്ല, മെഡിക്കൽ കോളേജ് പാതി വഴിയില്ല. പാലക്കാട്ടുകാർ ചികിത്സയ്ക്കായി ഓടുന്നത് മറ്റുള്ള ജില്ലകളിലേക്കാണ്. പാലക്കാടിന് ഒരു എയിംസ്, ഇതെല്ലാം ഞങ്ങളുടെ വാഗ്ദാനം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പാലക്കാടിലെ ജനങ്ങളുടെ വികസന ആവശ്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. BJP കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പായി ജയിച്ചില്ലെങ്കിൽ പോലും പൊളിറ്റിക്കൽ വോട്ടുകൾ കൂടുന്നുണ്ട്, രാഷ്ട്രീയ വോട്ടുകളായി മാറുന്നുണ്ട്. അങ്ങനൊരു കൺവേർഷൻ, അങ്ങനൊരു മാറ്റം ഇവിടെ ഉണ്ടോ? ഗ്രൗണ്ട് ലെവൽ എന്താണ്? തീർച്ചയായിട്ടും പാലക്കാടിലെ ജനങ്ങൾ ഇവിടെ മോദി സർക്കാർ വന്നതിന് ശേഷമുള്ള വികസനം, നേരത്തെ വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന വികസനം, ഇതെല്ലാം കാണുന്നുണ്ട്. രണ്ട് മുന്നണികളും ജനങ്ങളെ തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് ഏതെങ്കിലും വിവാദ വിഷയങ്ങളുടെ പേരിൽ അത്തരം വികാരം ഉണ്ടാക്കിയിട്ടാണ് ജയിക്കുന്നത്. ഞങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല. ഞങ്ങൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പായാലും അസംബ്ലി തെരഞ്ഞെടുപ്പായാലും എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വികസനമാണ്. അതിനുള്ള പിന്തുണ ഞങ്ങൾക്ക് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വർദ്ധിച്ചു വരികയാണ്. പാലക്കാടത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ പാലക്കാടിൻ്റെ വികസനവും യഥാർത്ഥ മതേതര പാർട്ടി ഏതാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ വിജയത്തിലെത്തി. ഈ ഇന്നലെ പണം ചെലവാക്കി കൗൺസിലർമാരെ വാങ്ങാനുള്ള നീക്കം പരാജയപ്പെട്ടു എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കം ഉണ്ടായി, എന്താണ് അത് സംഭവിക്കുന്നത്? കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഓരോ ആളുകളെയും വിളിച്ച് ഓഫർ കൊടുക്കുകയല്ലേ. ഇന്ന് കാലത്ത് ഞങ്ങളുടെ ഒരു മുൻ കൗൺസിലർ വിളിച്ചു, 25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടാണ് അത്ര വിളിക്കുന്നത്. ഇത് കോൺഗ്രസ് അല്ലല്ലോ പാർട്ടി. ഇതിൽ പൈസ കൊടുത്ത് വാങ്ങാവുന്ന ആളെ വാങ്ങിക്കഴിഞ്ഞു, പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ആളെ വാങ്ങിക്കഴിഞ്ഞു അവർ. ഇനി ഇവിടുന്ന് ഒരു പ്രവർത്തകനും, സാധാരണ ബൂത്തിൻ്റെ പ്രസിഡന്റിനോട് പോയിട്ടും ബൂത്തിലെ സാധാരണ പ്രവർത്തകനോട് പോയിട്ട് പൈസ ഓഫർ ചെയ്താൽ പോലും അവർ ഈ ആദർശവും ആശയവും വിട്ടു പോയില്ല. സന്ദീപൻ അങ്ങനെ ഒരു ആദർശം ഇല്ലാത്തതുകൊണ്ട് പോയി എന്നാണോ? പാർട്ടിയുടെ ആശയവും ആദർശവും, ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയവും ആദർശമൊക്കെ മനസ്സിലുള്ള ആളുകൾ മരിച്ച് വീണാൽ പോലും ഇതിൽ നിന്ന് പോയില്ലല്ലോ. ജയകൃഷ്ണൻ മാസ്റ്റർ ഉദാഹരണമാണല്ലോ. അദ്ദേഹം ഈ ആശയത്തെ, ഈ ആദർശത്തെ തള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ ജയകൃഷ്ണൻ മാസ്റ്റർ കുട്ടികളുടെ മുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെടില്ലായിരുന്നു. അദ്ദേഹം സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചിട്ടാണ് ഈ ആശയത്തിൽ മുറുകെ പിടിച്ചു നിന്നത്. അപ്പോൾ ഈ ആശയം ഉള്ളിലുള്ള ആളുകൾക്ക് കഴിയില്ല. ശ്രീനിവാസൻ, ശ്രീ സഞ്ജിത്ത്, ഇവരെല്ലാം ഈ ആശയത്തിൻ്റെ പേരിലാണ് കൊല ചെയ്യപ്പെടുന്നത്. ഈ ചിലർ BJP-യിലേക്ക് വരുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള നീക്കങ്ങൾ ഇന്നുണ്ടോ? BJP-യിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്തല്ല, എല്ലാ സമയത്തും ആളുകൾ BJP-യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ ഞങ്ങളുടെ അടിത്തറ വിപുലീകരിക്കപ്പെട്ടു തുടങ്ങുന്നത്. കൊട്ടിക്കലാശത്തിൽ വലിയൊരു ജനപങ്കാളിത്തമുണ്ട്. തുടക്കത്തിലൊക്കെ ആൾ കുറവെന്നൊക്കെ ഉള്ള പല വാർത്തകളുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം മറ്റു 2 സ്ഥാനാർത്ഥികൾക്ക് ഓളം ഉണ്ടാക്കണം. അവരെ ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങളെ അവരെ ശ്രദ്ധിക്കണമെങ്കിൽ ഓളം ഉണ്ടാക്കണം. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ പ്രാദേശിക നേതാക്കൾ ജനങ്ങളുടെ ഇടയിലുള്ള ആളുകളാണ്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. 40-50 വർഷമായിട്ട് പാലക്കാട് പൊതുരംഗത്തുള്ള ആളാണ്. ജനങ്ങളുമായിട്ട് നിരന്തരം അവരുടെ പ്രശ്നങ്ങൾക്ക് ഒപ്പമുള്ള ആളാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എനിക്ക് ഓളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വീടുകളിൽ വോട്ട് ചോദിച്ചാലും അവർക്കറിയാം. അവർക്ക് പാലക്കാടത്തെ BJP-യുടെ ശക്തിയെ സംബന്ധിച്ച് അറിയാം. അവർക്ക് ഞങ്ങളുടെ ശക്തി തെളിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യം വരുമ്പോൾ ഞങ്ങളുടെ സംഘടനാ ശക്തി ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ റോഡ് ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വൈകിട്ട് 3 പഞ്ചായത്തുകൾ മാത്രം ഉൾപ്പെടുന്ന പ്രായരി മണ്ഡലത്തിൽ 1000-ലധികം ബൈക്കുകൾ പങ്കെടുത്ത റോഡ് ഷോ. എല്ലാം ഈ 3 പഞ്ചായത്തിലെ പ്രവർത്തകരാണല്ലോ. ഞങ്ങൾ ഇറക്കുമതിക്കാരല്ലോ. ഇതിൻ്റെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസ് എല്ലാം ചേർന്നിട്ട് UDF-ന്റെ യുവജന വിഭാഗത്തിൻ്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. കാസർഗോഡ് നിന്നുള്ള ആളുകൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ബസ്സുകളുടെ നമ്പർ തരാം. കാസർഗോഡ്, മലപ്പുറം, കൊണ്ടോട്ടി ഭാഗത്തൊക്കെ വന്ന ബസ്സുകളുടെ നമ്പർ ഞാൻ എടുത്തു തരാം. ഏറ്റവും കൂടുതൽ എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? 5 ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 10,000 മുതൽ 15,000 വരെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ പാലക്കാട് തവണ ജയിക്കും.
വലിയ ആത്മവിശ്വാസമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും പറയുന്നത്. എന്തായാലും എല്ലാവരുടെയും ആത്മവിശ്വാസം അവിടെ ഓരോ വശത്തായി തുടരുകയാണ്. ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക്, അതിൻ്റെ ഒരു വലിയ ആവേശത്തിലേക്ക് മുന്നണികൾ കടക്കുകയുമാണ്. പ്രജിത് കോങ്ങാടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പാലക്കാട്.